walking away. Your words are lost on me. It's taking everything not to turn around. Throw it away. See if you'll let go of me when you're not holding me. I can see it now. Hey, when I lose, but if I'm gonna lose you, I'm gonna lose it. I'm gonna lose it. Guys, I'm like, oh shit, I've been doing this a long time. Lost in my head, I don't care, I'm not gonna lose it. നമ്മൾ ഗാങ്ടോക്ക് പോകുന്ന വഴിയിൽ ചെറിയൊരു ആക്സിഡന്റ് ആയി. കാരണം ഞങ്ങൾ പോകുന്ന വഴി തന്നെ അത്യാവശ്യം സ്പീഡാവുന്നുണ്ട് റോഡ്. കാരണം മഞ്ഞ് അലിഞ്ഞു പോകുന്നുള്ളൂ വെയിൽ വന്നിട്ട്. ചില സ്ഥലത്തൊക്കെ ടയർ ഇങ്ങനെ ഞരങ്ങി പോകുന്ന സ്ലോ ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വരുമ്പോൾ. ഇവിടുത്തെ റോഡിലൊക്കെ ചെറുതായിട്ട് കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് എന്തിനാണെന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ല. അവിടുത്തെ പണീൻ്റെ വ്യത്യാസമുണ്ട് കേട്ടോ. കാണാൻ തന്നെ വേറെ രീതിയിലാണ്. ഇടയിൽ കല്ല് ഈ കരിങ്കല്ല് വെക്കുന്നുണ്ട്, ചെറിയ ചെറിയ പീസുകൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രാവിലെ നേരത്തൊക്കെ ഈ മഞ്ഞിങ്ങനെ നിന്നിട്ട് ഐസ് പോലെ നിന്നിട്ട് അതിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ സ്കിഡായി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ കുറേ സീനുള്ളതുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നൈസായിട്ട് സ്കിഡാവുന്നുണ്ട് രാവിലെ. ഉണ്ടെങ്കിൽ കൂടി സ്കിഡാവും. എന്നാലും ഇതൊരു പ്രൊട്ടക്ഷൻ പോലെയാണ്. അപ്പോൾ ഡാർജിലിംഗ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഗാങ്ടോക്കിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഗാങ്ടോക്കിലേക്ക് 90 കിലോമീറ്ററാണ് വരുന്നത് കേട്ടോ. നമ്മൾ ഗാങ്ടോക്ക് പോകുന്ന വഴിയിൽ ചെറിയൊരു ആക്സിഡന്റ് ആയി. കാരണം രാവിലെ നേരത്തെ റോഡ് വൻ ഷോക്കാണ്. എൻ്റെ ക്രാഷ് ഗാർഡ് ഒന്ന് വളഞ്ഞു. കാല് കുത്തണ്ടായി. ബാക്കിൽ ഈ സംഭവം ഉള്ളതുകൊണ്ട് ബാക്കിലേക്കാണ് കുഴപ്പമില്ല. ഫ്രണ്ടിൽ ഓടിച്ച നമ്മുടെ നിഖിൽ പ്രോന് സീനുണ്ട്. ചെറിയൊരു കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. നല്ല വലിയ കുഴപ്പമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞിങ്ങനെ നിന്നിട്ടേ അത് സൺറൈസ് വന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് മെൽറ്റായി പോകുള്ളൂ. അല്ലാണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ലിപ്പറായി പോകും. അത് വളഞ്ഞല്ലേ സംഭവം. ക്രാഷ് ഗാർഡ് പോയി. അപ്പൊ സൂക്ഷിക്കുക, എല്ലാരും സൂക്ഷിക്കുക. ഒന്നില്ലെങ്കിൽ വെയിലായിട്ട് നല്ല വേനുണ്ടോ? ബ്രേക്ക് മോഡുണ്ട് അത്യാവശ്യം. ഇവിടെ ഒരുവിധം കാണുന്ന ഷെയർ ടാക്സി ആണത്. വേറെ ബസ് സർവീസൊന്നും അങ്ങനെ ഞാൻ കണ്ടില്ല. പിന്നെ ഇടയ്ക്ക് ലോറി പോവും, ബാക്കിൽ കുറെ ആൾക്കാരൊക്കെ ഇരുന്നിട്ട്. ഇതൊക്കെ ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ ഷെയർ ഇട്ടിട്ട് വരാൻ പറ്റും. ഫ്രണ്ടിൽ എങ്ങടാണെന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും വേറെ റൂട്ട് കാര്യങ്ങളൊക്കെ. ഇതാണ് ത്രിവേണി. ഇവിടെയാണ് റിവർ റാഫ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അത് നല്ലപോലെ തിരക്കുണ്ടാവാറുള്ളതാണ്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. ഒക്കെ അടുത്ത് തന്നെ നമുക്ക് ക്യാമ്പിങ്, ടെൻറ്റ് ക്യാമ്പിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന നേരത്തെ തന്നെ റിവർ റാഫ്റ്റിംഗ് എന്നുള്ള അതായത് ഒരു ടീം വന്ന് നമ്മളെ വിളിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പോൾ സീസൺ അല്ല. ഇപ്പം അങ്ങനെ ഒരു വെള്ളമൊന്നുമില്ല. സീസൺ ടൈമിൽ അടിപൊളിയാണ്. വന്ന എക്സ്പീരിയൻസിൻ്റെ അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ റോഡ് സൈഡിൽ കണ്ട ഒരു വ്യൂ കാണിച്ചു തന്നെയുള്ളൂ. അവസാനം നമുക്കൊരു പഞ്ചർ കിട്ടി. അതാ ടയർ ഔട്ട് കംപ്ലീറ്റ്ലി. പെട്ടെന്നായിരുന്നു പഞ്ചറായത്. അവിടെ ഹിൽ ടോപ്പിൽ വെച്ചിട്ടാണ് പഞ്ചറായത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് ആ ഒരു നദിയുടെ അടുത്തുള്ള ഒരു പഞ്ചറവിടെ തപ്പി പിടിച്ച് കുറെ. മെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരു 10 കിലോമീറ്ററോളം ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നു പഞ്ചറായ വണ്ടിയും വെച്ചിട്ട്. പക്ഷേ ഒടുവിൽ പോലെ ടയർ സർവീസ് അരമണിക്കൂർ എടുക്കും നമുക്ക് നേരേക്കാം. അപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. നമ്മളിപ്പോൾ ഈ വണ്ടിക്കാരോട് വണ്ടിക്ക് ഒന്നും പ്രശ്നം പറ്റില്ല എന്നിട്ട് ആള് കുറച്ച് ദിവസം ഈ വ്ളോഗ് കാണുമ്പോൾ വണ്ടിക്ക് പ്രശ്നം പറ്റിയില്ല. ഓ ആണി കേറി ഗൈസ്. ആണി അവിടെ നിന്ന കാരണമാണ് ഇതുവരെ എത്തിയേ. ആണി പോന്നിരുന്നെങ്കിൽ. അപ്പോൾ നമ്മുടെ ലഞ്ച് സെറ്റ് ആയിട്ടുണ്ട്. ചൗമീനും പിന്നെ എഗ് ചൗമീനും ചിക്കൻ ഗാർലിക് ഗ്രേവി. എഗ് ചൗമീനും ചില്ലി ഗാർലിക് ഗ്രേവിയിലെ. ഓക്കെ. പിന്നെ അവരെന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഇത് കഴിച്ച് കഴിയുമ്പോഴേക്കും വണ്ടി സെറ്റ് ആവൂലേ? എനിക്ക് എന്താ പോസ്റ്റ് ഓഫ് ദ ഇന്ത്യ.
നല്ല വ്യൂ ഒക്കെയാണ്, പക്ഷെ ഫുൾ പൊടിയാണെന്ന് മാത്രമല്ലേ. ഈ 2 hours 2 hours ഇനിയാ 2 hours നമ്മളിപ്പോൾ ഒരു 2:30 ആയപ്പോൾ ഒരു 5 എത്തേണ്ടി വരും. പിന്നെ അവിടെ പോയി തരണം സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഈ പരിപാടി തരണം. അപ്പോൾ നമ്മുടെ വണ്ടിപ്പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ സിക്കിമിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ സിക്കിമിൽ എന്തായാലും മാസ്കിൻ്റെ ആവശ്യം അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മാസ്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അല്ലെങ്കിൽ എല്ലാവരും മാസ്ക് ഉണ്ടാകും. മാസ്ക് ഇട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് കൂടി. അപ്പോൾ ഗാങ്ടോക്കിലാണ് നമ്മൾ റൂം എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ ഇനി അടുത്തത്. അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗാങ്ടോക്കിലേക്ക് പോവാണ്. സമയം കുറച്ച് ലേറ്റായി, കാരണം പണി കിട്ടിക്കൊണ്ടാണ്. ഇപ്പോൾ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3:30 കഴിഞ്ഞു, 3:45 പറയുന്നുണ്ട്. കുറച്ച് ലേറ്റായി. അപ്പോൾ മഞ്ഞാകുമ്പോഴേക്കും ഗാങ്ടോക്ക് പിടിക്കണം. അപ്പോൾ ഈ ഇപ്പോൾ ഭയങ്കര ഭംഗി തന്നെയാണ് കാണാൻ പോകുന്ന വഴിയിൽ. അതിൻ്റെ കളർ തന്നെ ഒരു നല്ലൊരു പച്ച കളറ്, പച്ച നീലും ഒരു മിക്സിലേ. തന്നെ സർവീസും ഉണ്ട്, ഒപ്പം തന്നെ ഷെയർ ടാക്സി. ഇവിടെ ഇപ്പോൾ സിക്കിം എത്താറായിട്ടുണ്ട്. സിക്കിം ഓൾമോസ്റ്റ് ആയെന്ന് വിചാരിക്കാം നമുക്ക്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാർജിലിങ്ങിൽ വന്നപ്പോൾ ഭയങ്കര നീറ്റൊന്നും ആയിരുന്നില്ല സ്ഥലങ്ങളൊന്നും. പക്ഷെ ഇവിടെ നല്ല നീറ്റാണ്, എല്ലാ സ്ഥലങ്ങളും ഒരുവിധം നീറ്റാണ്. അപ്പോൾ നമുക്ക് ടൗണൊന്നും പോയി പോലെ അവിടുത്തെ അവസ്ഥയൊക്കെ എന്താണെന്ന് അറിയാം. ടണലൊരെണ്ണോടെ നിർമ്മിക്കുന്നുണ്ട്, ഒന്നും ആയിട്ടൊന്നുമില്ല, തുടങ്ങിയിട്ടുള്ളൂ പണിയൊക്കെ. അടിപൊളി. ഇവിടെ പഴയൊരു ടണലുണ്ടല്ലോ, പഴയ ടണൽ. പൊളി. ആ കാണുന്ന മക്കളെ ഗാങ്ടോക്ക് നമ്മളോട് എത്താൻ ഒരു രാഷ്ട്രമാണ്. ആ ഏരിയയാണ് ഗാങ്ടോക്ക്. നമ്മളിപ്പോൾ ഗാങ്ടോക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് എന്താ പറയുക നടപ്പാത, മുകളിലേക്കൊക്കെ ആയിട്ട് ഫുള്ള് നടപ്പാതയും കാര്യങ്ങളൊക്കെ. Don't fall, don't forget all the things you've been taught, you've been told. Don't blink, don't run, don't turn left or turn right or look straight at the sun. My mind's going in circles, I'm trying to fight it, getting these voices inside to stay quiet. Gone to the place where all this began, just start again. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഗാങ്ടോക്കിലെ MG മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. പൊളി വൈബാണല്ലേ. സിക്കിം വേറെ ലെവലാവണത് ഗാങ്ടോക്കിൽ എത്തിയപ്പോഴാണ്. സിക്കിമിൽ വരാണ്ട് ഇവിടുത്തെ കുറച്ച് ഇങ്ങനെ ഒരു വൈബ് ഉണ്ടെന്ന് നമ്മൾ അറിയില്ല. അപ്പോൾ ശരിക്കും ഒരു സിറ്റി ലൈഫാണ് ഇവിടെ ഗാങ്ടോക്ക്. ക്യാപിറ്റലാണ്, സിക്കിമിന്റെ ക്യാപിറ്റലാണ് ഈ ഗാങ്ടോക്ക്. ഇവിടെ ഫുൾ അല്ല, ഇതിപ്പോൾ ഗാന്ധി മാർഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസ് ആണ്. ഞാൻ ഇന്ത്യയിൽ വേറെ എവിടെയും ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലേസ് കണ്ടിട്ടില്ല. ഇത്രയും ക്ലീൻ ആണ്. അല്ലാതെ വേറെ എവിടെ പോയി. ഇവിടെ നിന്നാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്. കുറേ കഫേസ് ഉണ്ട്, പിന്നെ എല്ലാ ബ്രാൻഡഡ് ഷോപ്സും ഉണ്ട്, ബേക്കറീസ് ഉണ്ട്, വെറൈറ്റി. സിക്കിമിൽ തന്നെ പ്രധാന, അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ്. പക്കാ നീക്കും നമ്മളൊരിക്കലും പ്രതീക്ഷിക്കില്ല ഇത് ഇന്ത്യയിൽ തന്നെയാണോ ആ ലെവൽ. മണാലിയിലുണ്ട് ഇതുപോലത്തെ ഒരു സ്ട്രീറ്റ് പോലെ നമുക്ക് ഷോപ്പിങ്ങിനും പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആയിട്ടുള്ളത്. മണാലിയല്ല, സോറി, ഷിലോങ്ങിൽ. അപ്പോൾ അതുപോലത്തെ ഒരു ആംബിയൻസും കൂടിയാണ് ഇവിടെ. പ്ലസ് നൈസ് തണുപ്പും, എല്ലാവിധ ഐറ്റംസും ഇവിടെ കിട്ടും. നമ്മൾ MG മാർക്കറ്റിന് ഫുഡ് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഫുള്ള് അടി വരെ ഫുള്ള് ഓരോരോ ഷോപ്പുകളാണ്. ഡബിൾ ചിക്കൻ റോൾ പിടിക്കോ? റോള്, ചിക്കൻ റോള്. മോൺ വരട്ടെ, വെയിറ്റിംഗ് ആണ്. കടിക്കാൻ 3 സൈം തന്നെ. 3 സൈം കടി. ഒന്നും പറയില്ല. സത്യം പറയും. എന്നടാ എല്ലാ ഫ്ലേവറും ഒന്നുമില്ല. ഭക്ഷണത്തിനോട് ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയല്ലേ, ഒരുവിധ എല്ലാ സാധനങ്ങളും ഇഷ്ടമാണത്. സംഭവം നന്നായിട്ടു.
एक मटर दीजिए, एक ये दीजिए और एक मंचूरियन फ्राई या ഇതിന് പേരിലെടുത്ത് അങ്ങനെ കുറച്ച് റിച്ച് ആണല്ലോ. കുങ്കുമപ്പൂവൊക്കെ എടുക്കണുണ്ടോ? കുങ്കുമപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. എന്നതിന് പേരെന്താ? ഇതിന് പേരെന്താ? രസമലായി നോക്കട്ടെ. സൂപ്പറാ അല്ല സാധനം കുഴപ്പമില്ല, രസമുണ്ട്. രസമലായി സെയിം സാധനം. കണ്ടു ഇതുപോലെ പോലെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ്. बालूशाही എന്താ കഴിക്കാൻ കഴിക്കാൻ പറ്റുന്നതാണത്. സ്വീറ്റാണ്. വെള്ളം പോലെ അതിൽ കുറച്ചുകൂടി ജ്യൂസ് ചെയ്തിട്ടല്ല, ജ്യൂസ് ചെയ്തില്ല, ഡ്രൈ ആയിട്ട് ഉണ്ടല്ലോ. കുറച്ചുകൂടി ടേസ്റ്റ് അമരുമ്പോൾ അതെ ഭയങ്കര അപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഗാങ്ടോക്കിൽ ഇന്നത്തെ രാത്രി നമ്മുടെ ഡിന്നർ ഇവിടെയാണ് കേട്ടോ. കുറച്ച് വെജിറ്റേറിയൻ ആവാം.